എല്ലാവർക്കും നമസ്കാരം. ഈ ജൂലൈ 31 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് തൊട്ട് മഴ പതുക്കെ പതുക്കെ ശക്തിപ്പെട്ടു. ജൂൺ മാസവും ജൂലൈ മാസവും ഒന്നും ശക്തമായി മഴ പെയ്യാതിരുന്നത് കൊണ്ട് അന്തരീക്ഷത്തിലെ ചൂടൊക്കെ മഴ അങ്ങ് പെയ്തപ്പോൾ കുറഞ്ഞിട്ട് ആളുകളെല്ലാം ശാന്തമായി ഉറങ്ങിയ ഒരു രാത്രിയായിരുന്നു ജൂലൈ 31. സന്ധ്യ കഴിഞ്ഞ ശേഷം മഴ പതുക്കെ പതുക്കെ കനത്തു വന്നു. രാത്രിയോടെ മഴവെള്ളവും ഇങ്ങനെ ഭയങ്കരമായിട്ട് അരച്ചു വരാൻ തുടങ്ങി. ആളുകളെല്ലാം കിടന്നുറങ്ങി. എന്നാൽ രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി പുലർച്ചെ പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അതിശക്തമായ മണ്ണിടിച്ചിലും ചെറുതും വലുതുമായ നിരവധി ഉരുളുപൊട്ടലുകളും ഉണ്ടായി. വാഗമൺ റോഡിൽ വലിയ ഉരുൾ 2 എണ്ണം ഉൾപ്പെടെ 45ഓളം ചെറിയ മണ്ണിടിച്ചിലുകളോ അല്ലെങ്കിൽ ചെറിയ ഉരുളുപൊട്ടലുകളോ ഉണ്ടായി. ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഞങ്ങൾ വാഗമൺ റോഡിലൂടെ ഈ ദുരന്തങ്ങളുടെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനായി യാത്ര ചെയ്യുമ്പോൾ വാഗമൺ റോഡിൻ്റെ തിട്ടകൾ പല സ്ഥലത്തും അതിഭീകരമായി അടിയിൽ നിന്ന് ഇടിഞ്ഞു പോയേക്കുന്നത് കാണാനിടയായി. പല സ്ഥലത്തും വീപ്പകൾ വെച്ചും ചുവന്ന റിബണുകൾ വലിച്ചു കെട്ടിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ കയറ് കെട്ടിയൊക്കെ അപകടങ്ങളുണ്ട്, അങ്ങോട്ട് അടുക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി റോഡ് പഴയ രീതിയിലാകണമെങ്കിൽ കോടികളുടെ ചെലവും മാസങ്ങളുടെ സമയവും ജോലിയും വേണ്ടിവരും. എന്താണെങ്കിലും ദുരന്തം ഉണ്ടായ ഉടനെ സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഫലപ്രദമായി ഇടപെട്ടു എന്ന് തന്നെ പറയണം. പോലീസാണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും അതുപോലെ KSEB ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് നമ്മൾ പ്രത്യേകം പറയണം. വാഗമൺ റോഡിൽ PWD വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുകയും ഇടിഞ്ഞു വീണ മണ്ണ്, ലോഡും പൊടി, 100 കണക്കിന് ലോഡും പൊടി ഉള്ളത് മാറ്റാനും കല്ലുകൾ പൊട്ടിച്ച് മാറ്റാനും ഒക്കെ കരാറുകാരെ ഏർപ്പെടുത്തുകയും അവർ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുകയും റോഡുകൾ ഭാഗികമായി സഞ്ചാരയോഗ്യമാകുകയും ചെയ്തിട്ടുണ്ട്. അതിഭീകരമായ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ മുകളിലോട്ടൊക്കെ നോക്കിയാൽ പേടിയാകും. അതുപോലെ നിൽക്കുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും കല്ലുകളോ ഉരുണ്ട് വരികയോ അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞു വരികയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യത്തിൻ്റെ കീഴിൽ നിന്ന് റോഡുകളിലെ മണ്ണും പാറകളും മാറ്റാനായി പണിയെടുക്കുന്ന JCBയുടെയും ഹിറ്റാച്ചിയുടെയും ട്രിപ്പർമാരുടെയും ഒക്കെ ഡ്രൈവർമാരെയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കാതെ പറ്റില്ല. കാരണം നമുക്ക് പോലും ആ കീഴെ പോയി നിൽക്കാൻ വളരെ ഭയം തോന്നും. അപ്പോൾ അവരെയൊക്കെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു, അവർക്കൊക്കെ നന്ദി പറയുന്നു. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിഭീകരമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും വീണ്ടും മുകളിൽ നിന്ന് മണ്ണിടിയാവുന്ന, കല്ലുരുണ്ട് വരാവുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന ജോലി എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. തികൈ പഞ്ചായത്തിലെ ഒരു മുൻ മെമ്പറായ രതീഷിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് പോലും മണ്ണുമാറ്റൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാനിടയായി. പൂഞ്ഞാർ പയ്യാനിത്തോട്ടം ഭാഗത്ത് ഉരുളുപൊട്ടി ഒരു കുടുംബത്തിലെ അമ്മയും മകനും മരണപ്പെട്ടു. ഞങ്ങൾ ആ സ്ഥലത്ത് ചെല്ലുമ്പം വീടിൻ്റെ തറയൊഴിച്ച ബാക്കി മുഴുവൻ ഭാഗവും ഉരുളെടുത്ത് ദൂരെ എറിഞ്ഞു കളഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഭാഗികമായി തകർന്ന 2 കാറുകളും ഒരു ബൈക്കും വീടിൻ്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നുണ്ടായിരുന്നു. അതിഭീകരമായ സാഹചര്യങ്ങൾ ആ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ. എന്നാൽ ഒരിക്കലും ഒരു ഉരുൾ വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഇത് വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഒരു കുടുംബത്തിലെ ഒരു അമ്മയെയും മകനെയും കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വന്നതുപോലെ തോന്നാവുന്ന ഒരു സാഹചര്യം. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അവിടെയൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ. പൂഞ്ഞാർ പെരിങ്ങളം ഭാഗത്ത് ഉരുൾ പൊട്ടിയിട്ട് പഞ്ചായത്ത് മെമ്പറുടെ അടക്കം വീടുകൾ നശിച്ചിട്ടുണ്ട്. കൂടാതെ ഭീകരമല്ലാത്ത 10ഓളം ഉരുളുപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം കൂടെ രാത്രി 12 മണിക്ക് ശേഷം ഏതാണ്ട് പുലർച്ചെ 3 മണിക്ക് ഇപ്പുറം താഴ്വാരത്തിലേക്ക് അലറി കുതിച്ചെത്തി. ഈരാറ്റുപേട്ടയുടെയും പരിസര പ്രദേശങ്ങളുടെയും താഴ്ന്ന പ്രദേശങ്ങളെ മുഴുവൻ ഈ മലവെള്ളം മുക്കിക്കളഞ്ഞു. അത് പുലർച്ചെയുള്ള അപ്രതീക്ഷിതമായ സാഹചര്യത്തിലായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഒന്നാമത് ഈ പൂഞ്ഞാർ മണ്ഡലം എന്ന് പറയുന്നത് തന്നെ ധാരാളം വൃക്ഷങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഈ ഉരുളുപൊട്ടി വന്ന മലവെള്ളം ധാരാളം വൃക്ഷങ്ങൾ ചുവടെ പറിച്ചുകൊണ്ട് വരികയും അത് വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ വെള്ളം കടന്നു പോകുന്ന പലങ്കപ്പാലം, ഭരണങ്ങാനം, പാല, കിടങ്ങൂര്, പിന്നെ ഇതിനപ്പുറത്തോട്ടുള്ള പടിഞ്ഞാറ് ഭാഗങ്ങൾ മുഴുവൻ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയി.
ഓണത്തിൻ്റെ കച്ചവടത്തിനായിട്ട് വ്യാപാരികൾ വലിയ തോതിൽ പലചരക്കും ജൗളിത്തരങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഒക്കെ വ്യാപാര സാധനങ്ങൾ ധാരാളമായി സ്റ്റോക്ക് ചെയ്തിരുന്നു. എന്നാൽ സകലതും സംഹാര താണ്ഡവമാടി വന്ന മഴവെള്ളം നശിപ്പിച്ചു. സിമൻറ്റ്, വൈറ്റ് സിമൻറ്റ് സ്റ്റോക്കുകൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. ടൈൽസ് കടകൾ, സാനിറ്ററി കടകൾ എല്ലാം പൂർണ്ണമായി നശിച്ചു എന്ന് നമുക്കിതിലൂടെ നടന്നാൽ തന്നെ കാണാൻ പറ്റും. ഈരാറ്റുപേട്ട ടൗണിൽ മാത്രം 100 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മാത്രമുണ്ടായിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. ഈരാറ്റുപേട്ട വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നശിച്ചുപോയ സാധനങ്ങൾ വാരി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്ന രംഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ. മലവെള്ളം കടന്നുപോയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾ മുഴുവൻ വെള്ളത്തിനടി മുങ്ങിപ്പോയി. കിണറുകൾ മുഴുവൻ ചെളി വന്ന് നിറഞ്ഞു. ക്ലീനിങ് ജോലികൾ നമ്മൾ നോക്കുമ്പോൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു. ധാരാളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നിന്ന് ഭക്ഷണ വിതരണവും നടക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കാര്യം കൂടെ പറയട്ടെ. 2018 കേരളം മുഴുവൻ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, വലിയ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും അധികം സാധനങ്ങളുമായി അനേക ലോറികൾ പുറപ്പെട്ട ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഇവിടെയുള്ള ആളുകളും ഇവിടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അവരവരുടെ ആവശ്യങ്ങൾ പോലും പെൻഡിങ് വെച്ചിട്ട് അനേക സ്ഥലങ്ങളിലേക്ക് ലോഡും പടി സാധനങ്ങളുമായി പോയി സേവന പ്രവർത്തനം ചെയ്തവരായിരുന്നു ഈരാറ്റുപേട്ടക്കാർ. സ്വന്തം വീടുൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴും മലയോര മേഖലയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുന്ന മനുഷ്യരെ നമുക്കിവിടെ കാണാൻ കഴിയും. ആയിരക്കണക്കിന് ലോഡ് സാധനങ്ങളും ആളുകളും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ട ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. എന്നാൽ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരെ സഹായിക്കാൻ പുറത്തു നിന്ന് അധികം ആരെയും കണ്ടില്ല എന്നത് ഒരു വലിയ സങ്കടമായി തോന്നി. അത് മോശമാണ്. നമ്മുടെ ആപത്തിൽ നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നും കൂടെ ഇതോടൊപ്പം ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഉരുളുപൊട്ടലും മലവെള്ളവും ഒക്കെ കൊണ്ടുവന്ന നാശനഷ്ടങ്ങളെ ഘട്ടം ഘട്ടമായി ഈ നാട്ടുകാർ ഒരു മനസ്സോടെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ഭീഷണിയായി അനുഭവപ്പെടുന്നത് കടകളിൽ നിത്യോപയോഗ സാധനങ്ങൾ സുഗമമായി ലഭിക്കുമാറാകണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരും എന്നതത്രേ. പച്ചക്കറി കടകളും പലചരക്ക് കടകളും പച്ചമീൻ കടകളും ഉണക്കമീൻ കടകളും മത്സ്യമാംസ കടകളും മുട്ട സ്റ്റോറുകളും എല്ലാം മുങ്ങിപ്പോയതിനാൽ അതെല്ലാം പുനരാരംഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വാട്ടർ സർവീസ് സെൻ്ററുകളെല്ലാം മുങ്ങിപ്പോയതിനാൽ വാഹനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും സമയമെടുക്കും. അനേകം വാഹനങ്ങൾ മുങ്ങിപ്പോയതിനാൽ അതിൻ്റെ നഷ്ടങ്ങളും വേറെ വരും. ഏതായാലും ഒരു 70 വർഷത്തിനിപ്പുറം ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പഴമക്കാർ പറയുന്നു. എല്ലാ കാര്യങ്ങളും പൂർവ്വസ്ഥിതിയിലെത്താൻ ഇനിയും ധാരാളം ദിവസങ്ങൾ വേണ്ടിവരും. ഈ വാഗമൺ റോഡ് പഴയതുപോലെ സഞ്ചാരയോഗ്യമാക്കിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞുപോയ കെട്ടുകളെല്ലാം തിരിച്ച് പണിത് റെഡിയാക്കിയെടുക്കാൻ ചുരുങ്ങിയത് 6 മാസമെങ്കിലും വേണ്ടിവരും. അതുവരെ വാഗമൺ യാത്രകളും മടക്കയാത്രകളും ദുർഘടം പിടിച്ചതുമായിരിക്കും. വാഗമൺ റോഡിൻ്റെ ടാറിങ്ങിന് ഒരു കംപ്ലൈൻറ്റ് സംഭവിച്ചിട്ടില്ല, ഇത്രയും വലിയ മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും ഉണ്ടായിട്ടും. എങ്കിൽ പോലും ടാറിങ്ങിന് ഇരുവശവും വലിയ കിടങ്ങുകൾ പോലെ പല സ്ഥലത്തും കാനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കിയെടുക്കാൻ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ ഇല്ലാത്തവർ വാഹനങ്ങളുമായി ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെ വരരുത്. വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ സൈഡിലുള്ള കുഴികളിൽ വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ഈ വെള്ളമെല്ലാം കടന്നു ചെന്ന് കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇപ്പോൾ വെള്ളത്തിൽ അടിയിലായി അവരും ദുരിതം അനുഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. റാന്നി ഉൾപ്പെടെ പത്തനംതിട്ടയുടെ മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ നിർണായക ഘട്ടത്തിൽ കേരള ജനം ഒന്നാകെ ഒരു മനസ്സോടെ നിന്ന് നേരിടണമെന്ന് അപേക്ഷിക്കുന്നു.
ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പും പഴിചാരലും ഒന്നും നടത്തരുതെന്നും ദുരന്തത്തെ ദുരന്തമായി കാണുകയും അതിനെ നേരിടുകയും മുന്നോട്ട് ദുരന്തങ്ങൾ ഉണ്ടായാൽ ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. ഉദാഹരണമായി ആറുകളിലും തോടുകളിലും ഡാമുകളിലും ചെക്ക് ഡാമുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മണൽ പൂർണ്ണമായി മാറ്റി സംഭരണശേഷി വർദ്ധിപ്പിച്ചും കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കിണങ്ങിയ നിർമ്മാണങ്ങൾ അനുവദിച്ചും കയ്യേറിയ പുഴയുടെയും തോടുകളുടെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും ഒരു സ്ഥലത്തും പുഴകളും തോടുകളും കയ്യേറാൻ അനുവദിക്കാതിരിക്കാനും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പല സ്ഥലത്തും റോഡിലൂടെ വെള്ളം കയറി ഒഴുകിയതിൻ്റെ കാരണം പാലങ്ങളും കലുങ്കുകളും പുഴയുടെ വീതി കുറച്ച് കൊണ്ടുവന്ന് പണിതിരിക്കുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പാലങ്ങളുടെയും കലുങ്കുകളുടെയും നീളം കുറയ്ക്കാൻ വേണ്ടി പുഴയിലേക്ക് കെട്ടി ഒതുക്കി എടുത്തത് കൊണ്ടാണ്. പല സ്ഥലത്തും ധാരാളം പ്രൈവറ്റ് പാലങ്ങളും കലുങ്കുകളും ഉണ്ടാക്കിയിരിക്കുന്നത് നീക്കം ചെയ്തും പാലങ്ങളുടെയും കലുങ്കുകളുടെയും എണ്ണങ്ങൾ കുറച്ച് സമാന്തര റോഡുകൾ നദികളുടെയും തോടുകളുടെയും സൈഡുകളിലൂടെ വെട്ടുകയും അങ്ങനെ നദികൾക്ക് സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യണം. പാലായിലെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രധാന കാരണങ്ങൾ പുഴയുടെ വീതി കുറച്ച് കെട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നതും റിവർ വ്യൂ റോഡിൻ്റെ നിർമ്മാണവും ചതുപ്പ് നിലങ്ങൾ നികത്തിയെടുത്തതും മണൽ വാരാത്തതുമാണെന്ന് ആർക്കും അറിയാം. അത് അവിടുത്തെ MLA പറഞ്ഞു കഴിഞ്ഞു. ഒരബദ്ധം ആർക്കും പറ്റാം, ഒന്നിലധികം അബദ്ധവും വേണേ പറ്റുമെന്ന് വെച്ചോ. പക്ഷേ നിരന്തരം അബദ്ധം പറ്റുന്നതിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ലെന്നുള്ളതാണ് സത്യം. തോടുകളുടെയും പുഴകളുടെയും സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ നിർമ്മാണങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കിയേ മതിയാവും. ഇനി ഇതോടൊപ്പം മുന്നോട്ട് വരാൻ പോകുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചും പറയട്ടെ. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് താലൂക്കുകളിലെ തമിഴ് കുടിയേറ്റ കർഷകരുടെ വൻതോതിലുള്ള അശാസ്ത്രീയമായ കൃഷിരീതി, മരങ്ങൾ കൂട്ടത്തോടെ വെട്ടിമാറ്റുകയും കുറ്റികൾ പൂർണ്ണമായി പിഴുതുമാറ്റുകയും ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് ആഴത്തിൽ മണ്ണ് കുഴിക്കുകയും ഒക്കെ ചെയ്തുള്ള കൃഷിരീതി മലഞ്ചെരുവുകളിൽ വലിയ മണ്ണിടിച്ചിലിനും ഉരുളുപൊട്ടലിനും കാരണമാകും. താഴ്വാരത്തിലുള്ള ആളുകളെ കൂട്ടത്തോടെ അത് കൊണ്ടുപോവുകയും ചെയ്യും. ഗവൺമെൻറ് ദുരന്തങ്ങൾ ഉണ്ടായ ശേഷം ഇടപെടാതെ ഈ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.